ഈശ്വര സന്നിധിയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ടാണ് ആരെങ്കിലും ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ അടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻസിലൂടെ രേഖപ്പെടുത്തുവാനും മറക്കരുത്. വിഷു സംക്രമണം നടക്കുന്ന നക്ഷത്രവുമായി ബന്ധപ്പെട്ടാണ് വിഷുഫലം. 2025 ഏപ്രിൽ 14 വെളുപ്പിന് 3:21 മേട വിഷു സംക്രമണം വരുന്നത്. വിഷുഫലം തികച്ചും നക്ഷത്രത്തെ ആസ്പദമാക്കിയതാണ്. വിഷു സംക്രമണം നടക്കുന്ന നക്ഷത്രത്തെ അടിസ്ഥാനമാക്കി ആദിശൂലം, മധ്യശൂലം, അന്ത്യശൂലം എന്നിവ കണക്കാക്കിയാണ് വിഷുഫല പ്രവചനം നടക്കുന്നത്. ഇത് പ്രകാരം ഏതെല്ലാം നക്ഷത്രക്കാർക്ക് എന്തെല്ലാം ഫലങ്ങളാണ് വരുന്നതെന്ന് മനസ്സിലാക്കാം. ചോതി നക്ഷത്രത്തിലും കൃഷ്ണപക്ഷത്തിലെ പ്രഥമ തിഥിയിലുമാണ് വിഷു സംക്രമണം നടക്കുന്നത്. ഈ സംക്രമണം നടക്കുന്ന നക്ഷത്രവും മുൻപും പിൻപുമുള്ള നക്ഷത്രങ്ങൾ ചിത്തിര, ചോതി, വിശാഖം എന്നിവയാണ്. ഇവ ആദിശൂല നക്ഷത്രങ്ങൾ എന്ന് പറയാം. ഇവർക്ക് അനുകൂലമല്ലാത്ത ഫലമാണ്. ഇവർക്ക് കാര്യതടസ്സമുണ്ടാകും. തൊഴിൽപരമായി ശ്രദ്ധ വേണം. വിദ്യാർത്ഥികൾ പഠനകാര്യത്തിൽ ശ്രദ്ധിക്കുക. ബിസിനസ്സിൽ നഷ്ടം വരാം. ധനദ്രവ്യാദി നഷ്ടങ്ങളും ഉണ്ടാവാം. ഇത് പൊതു നക്ഷത്ര ഫലമാണ്. ജാതക പ്രകാരം വ്യത്യാസമുണ്ടാകും. ഇവർ വിഷ്ണു ഉപാസന നടത്തുന്നത് നല്ലതാണ്. അവരവർ അവരുടെ മതാചാര പ്രകാരം വ്യാഴാഴ്ചകളിൽ പ്രാർത്ഥന നടത്തുക. അനിഴം, തൃക്കേട്ട, മൂലം, പൂരാടം, ഉത്രാടം, തിരുവോണം നക്ഷത്രക്കാർക്ക് വിഷുഫലം ഏറെ നല്ലതാണ്. വിവാഹ തടസ്സം മാറും. തൊഴിലിൽ ഉയർച്ചയുണ്ടാകും. തൊഴിലിൽ നേട്ടമുണ്ടാകും. ബിസിനസ് രംഗത്തുള്ളവർക്കും കലാകാരന്മാർക്കും രാഷ്ട്രീയക്കാർക്കും അനുകൂല ഫലങ്ങളാണ്. കണ്ടകശേനി ദോഷങ്ങളുള്ളവർക്ക് പോലും നല്ല ഫലമുണ്ടാകുന്നുണ്ട്. അവിട്ടം, ചതയം, പൂരുരുട്ടാതി നക്ഷത്രങ്ങൾ മധ്യശൂല നക്ഷത്രങ്ങളാണ്. ഇവർക്കത്ര അനുകൂലമല്ലാത്ത ഫലങ്ങളാണ്. ഇവർക്ക് കാര്യതടസ്സം, കുടുംബകലഹം, ദുഃഖം എന്നിവ ഉണ്ടാകാം. അസമയത്ത് യാത്ര ഒഴിവാക്കുക. വാഹനം ശ്രദ്ധിക്കുക. ഇവർ വളരെ കരുതലോടെ മുന്നോട്ട് പോയാൽ തടസ്സങ്ങൾ മാറും. ഇത്തരത്തിൽ പ്രാർത്ഥനകളുമായി മുന്നോട്ട് പോയാൽ കാര്യമായ ദോഷങ്ങൾ ഉണ്ടാകില്ല. ഉത്രിട്ടാതി, രേവതി, അശ്വതി, ഭരണി, കാർത്തിക, രോഹിണി എന്നീ നാളുകാർക്ക് വളരെ അനുകൂലമായ വിഷുഫലമാണ് വരുന്നത്. സാമ്പത്തിക നേട്ടവും സൽകീർത്തിയും ഉണ്ടാകും. തൊഴിൽ രംഗത്ത് നേട്ടവും കീർത്തിയും ഉണ്ടാകും. വിദേശവാസം ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യം ഉണ്ടാകും. ബിസിനസ്, കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അപ്രതീക്ഷിത നേട്ടങ്ങൾ ഉണ്ടാകും. ഉത്രിട്ടാതി, രേവതി നക്ഷത്രക്കാർക്ക് ജന്മശനി ആരംഭിക്കുന്നുണ്ട്. എന്നാൽ വിഷുഫലം നല്ലതായതുകൊണ്ട് ജന്മശനി ദോഷം ബാധിക്കില്ല. മകയിരം, തിരുവാതിര, പുണർദം നക്ഷത്രക്കാർക്ക് അന്ത്യശൂലം ഗണത്തിൽപ്പെടുന്ന നക്ഷത്രങ്ങളാണ്. ഇവർക്കത്ര ഗുണകരമല്ല. കാര്യതടസ്സം, ദുഃഖം, മനക്ലേശം, തൊഴിൽപരമായ പ്രശ്നങ്ങൾ ഉണ്ടാവാം. ഇവർക്ക് ജാതകവശാൽ നല്ല സമയമെങ്കിൽ കാര്യമായ ദോഷങ്ങൾ അനുഭവപ്പെടില്ലെന്ന് പറയാം. ഇവർ അവരവരുടെ മതാചാര പ്രകാരം പ്രാർത്ഥന തുടരുക. നിത്യപ്രാർത്ഥന നടത്തുക. അടുത്ത നക്ഷത്രക്കാര് അതായത് പൂയം, ആയില്യം, മകം, പൂരം, ഉത്രം, അത്തം. ഇവർക്ക് വിഷുഫലം വളരെ അനുകൂലമാണ്. ഇവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഈശ്വരാനുഗ്രഹത്താൽ നടന്നു കിട്ടും. ബിസിനസ്, തൊഴിൽ രംഗത്ത് ഉയർച്ചയുണ്ടാകും. അതിൽ നിന്ന് ആശ്വാസവും സമാധാനവും ലഭിക്കും. സാമ്പത്തിക വിഷമതകൾ മാറും. ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകും. കലാകാരന്മാർക്കും രാഷ്ട്രീയക്കാർക്കും പൊതുവെ അനുകൂല ഫലങ്ങളാണ്. വീഡിയോ കണ്ടതിന് നന്ദി. ഇതുപോലുള്ള വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.